നമസ്കാരം. NCTVയുടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്താ സംഭവങ്ങൾ നോക്കാം. MDMAയുമായി സ്റ്റേഷൻ റൌഡിയെ അറസ്റ്റ് ചെയ്തു. ചാലക്കുടി സ്വദേശി തട്ടിൽ വീട്ടിൽ പപ്പി എന്ന് വിളിക്കുന്ന ജിജുവാണ് അറസ്റ്റിലായത്. രഹസ്യ വിവരത്തെ തുടർന്ന് ചാലക്കുടി KSRTC ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടത്തിയ പരിശോധനയിലാണ് ഇയാൾ പിടിയിലായത്. ജിജു പപ്പി തമിഴ്നാട് ഡിണ്ടിഗൽ ജില്ലയിലെ കന്നിവാടി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വെച്ച് 12 കിലോ കഞ്ചാവുമായി അറസ്റ്റിലായ കേസിലെയും ചാലക്കുടി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ 2 കൊലപാതക കേസിലും 5 കവർച്ച കേസിലും 2 വധശ്രമ കേസിലും അടക്കം 20 ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ്. തൃശൂർ റൂറൽ ഡാൻസ് ഓഫ് SIമാരായ സതീശൻ മണപ്പാട്ടിൽ, ജയകൃഷ്ണൻ PP, ASI റെജി AU, ചാലക്കുടി പോലീസ് സ്റ്റേഷൻ SI ബിജു KK, GSIമാരായ രജനി ജോസഫ്, GBP ബാലൻ, സീനിയർ CPO ആൻസൺ പൗലോസ്, CPOമാരായ അലക്സ് പോൾ, അരുൺ PR, ഡോഗ് സ്ക്വാഡ് അംഗങ്ങളായ ശ്രീജിത്ത് KS, ജോജോ PO എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത്. കൊടുങ്ങല്ലൂർ തിരുവള്ളൂർ ശിവക്ഷേത്രത്തിൽ അതിക്രമിച്ചു കയറി ഓട്ടുവിളക്കുകളും ചെമ്പുകുടങ്ങളും അടക്കം 2 ലക്ഷത്തോളം രൂപയുടെ പൂജാ സാധനങ്ങളും മറ്റു മുതലുകളും മോഷ്ടിച്ച കേസിൽ തമിഴ്നാട് സ്വദേശി അറസ്റ്റിൽ. മധുര തിരുമംഗലം ഹംസപുരം വില്ലേജിൽ 41 വയസ്സുള്ള സെൽവകുമാർ ആണ് കൊടുങ്ങല്ലൂർ പോലീസിന്റെ പിടിയിലായത്. കഴിഞ്ഞ ജൂലൈ 20 രാത്രി 7:30 21 രാവിലെ 5:30 ഇടയിലാണ് മോഷണം നടന്നത്. ക്ഷേത്ര കോമ്പൗണ്ടിൽ അതിക്രമിച്ച് കയറിയ പ്രതി ഉപദേവതകളുടെയും ശ്രീകോവിലിന്റെയും മുന്നിലുണ്ടായിരുന്ന ഓടിന്റെ തൂക്കുവിളക്കുകൾ, ചുറ്റമ്പലത്തിനുള്ളിൽ വെച്ചിരുന്ന താമ്പാളങ്ങൾ, പൂജയ്ക്കായി ഉപയോഗിക്കുന്ന സാധന സാമഗ്രികൾ, ചെമ്പുകുടങ്ങൾ എന്നിവയാണ് മോഷ്ടിച്ച് കടത്തിക്കൊണ്ടുപോയത്. ക്ഷേത്ര പ്രസിഡന്റ് ഉദയഭാന് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചത്. മോഷണം നടക്കുന്നതിന് തലേ ദിവസം കാലിന് സ്വാധീനക്കുറവുള്ളതും ക്ഷേത്രത്തിൽ സ്ഥിരമായി വരാത്തതുമായ ഒരാൾ സംശയാസ്പദമായ സാഹചര്യത്തിൽ ക്ഷേത്ര പരിസരത്ത് വന്നുപോയതായി സാക്ഷിമൊഴി ലഭിച്ചിരുന്നു. ഈ നിർണായക വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ ശാസ്ത്രീയമായ അന്വേഷണത്തിലാണ് പ്രതി കുടുങ്ങിയത്. വറവു സാധനങ്ങൾ കടകളിലെത്തിക്കുന്ന ജോലിയാണ് പ്രതിയുടേത്. മോഷ്ടിച്ച സാധനങ്ങൾ ചാക്കിലാക്കി വെച്ച ശേഷം വീട്ടിൽ പോയി വറവു സാധനങ്ങൾ കൊണ്ടുപോകുന്ന ഇരുചക്ര വാഹനം എടുത്തുകൊണ്ടുവന്നാണ് ഇയാൾ സാധനങ്ങൾ കടത്തിക്കൊണ്ടുപോയത്. പ്രതി വിറ്റഴിച്ച മോഷ്ടിച്ച സാധനങ്ങൾ മാളയിലുള്ള ഒരു ആക്രിക്കടയിൽ നിന്നും പോലീസ് കണ്ടെടുത്തു. കൊടുങ്ങല്ലൂർ DYSP പ്രമോദ്, SI അതുൽ മോഹൻ, GSCPO മിഥുൻ കൃഷ്ണ, ഷമീർ, അനുരാജ് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത്. കണ്ണാറ്റുപാടത്ത് കാട്ടാനയിറങ്ങി വ്യാപക നാശനഷ്ടം, ഭീതിയിൽ നാട്ടുകാർ. കണ്ണാറ്റുപാടം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം താമസിക്കുന്ന തട്ടാൻതൊടി നൌഷാദിന്റെ പറമ്പിലാണ് കാട്ടാനയിറങ്ങി വ്യാപക നാശനഷ്ടം വിധിച്ചത്. കഴിഞ്ഞ രാത്രിയിലായിരുന്നു സംഭവം. നൌഷാദിന്റെ പറമ്പിലെ കൃഷികളും മറ്റു വസ്തുക്കളും നശിപ്പിച്ച കാട്ടാന സമീപത്തെ പറമ്പിലെ റബ്ബർ മരങ്ങളും കുത്തിമറിച്ച നിലയിലാണ്. വീട്ടുകാർ ഒച്ചവെച്ച് ബഹളം കൂട്ടിയതിനെ തുടർന്നാണ് കാട്ടാന കാട്ടിലേക്ക് മടങ്ങിയത്. സംഭവത്തെ തുടർന്ന് പ്രദേശവാസികൾ വലിയ ഭീതിയിലാണ്. കാട്ടാന ശല്യം പതിവാകുന്നതായി നാട്ടുകാർ പറയുന്നു. കാട്ടാന ശല്യത്തിന് ശാശ്വത പരിഹാരം കാണാൻ ബന്ധപ്പെട്ട അധികൃതർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന ആവശ്യവും ശക്തമാക്കിയിട്ടുണ്ട്. സംഭവത്തെ തുടർന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. മണ്ണൂത്തി കാർഷിക സർവകലാശാലയിലെ കുളത്തിൽ വിദ്യാർത്ഥി മുങ്ങി മരിച്ചു. കർണാടക ചിന്തനഹള്ളി സ്വദേശി 25 വയസ്സുള്ള കിഷോർ കുമാർ ഗൌഡയാണ് മരിച്ചത്. യൂണിവേഴ്സിറ്റിയിലെ PhD വിദ്യാർത്ഥിയാണ്. ശനിയാഴ്ച പുലർച്ചെ 1 മണിയോടെയാണ് സംഭവം. യൂണിവേഴ്സിറ്റി ക്യാമ്പസിലെ പൈനാപ്പിൾ തോട്ടത്തിന് സമീപമുള്ള കുളത്തിലാണ് കിഷോർ കുമാർ കാൽവഴുതി വീണത്. യൂണിവേഴ്സിറ്റിയിലെ ഹോസ്പിറ്റലിൽ നിന്നും സുഹൃത്തിനോടൊപ്പം ഡ്രാഗൺ ഫ്രൂട്ട് പറിക്കാൻ പോയതായിരുന്നു. ഇതിനിടെ കുളത്തിലേക്ക് കാൽവഴുതി വീഴുകയായിരുന്നു. അഗ്നിരക്ഷാസേന എത്തിയാണ് മൃതദേഹം പുറത്തെടുത്തത്. കാലാവസ്ഥ. കൂടിയ താപനില 32 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25 ഡിഗ്രി സെൽഷ്യസ്. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അപ്പസ്വർണം ആഡംബരവുമാണ്, സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ടേ അതൊരു ധൈര്യവുമാണ്.
കൃഷ്ണ ജ്വല്ലറി ഗോൾഡൻ ഡയമണ്ട്സ് ചാലക്കുടി, ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. സ്വർണം ഗ്രാമിന് 13,285 രൂപയും പവന് 1,06,280 രൂപയും രേഖപ്പെടുത്തി. ഇതോടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.